The Real FM 103.6. ശ്രദ്ധ. സമൂഹത്തിലെ അശരണർക്കും അഗതികൾക്കും ആശ്വാസമായി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനധികൃതമായി കൈപ്പറ്റുന്നവരിൽ കോളേജ് അധ്യാപകരുൾപ്പെടെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുമുണ്ടെന്ന വാർത്ത കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ ഒന്നും രണ്ടുമല്ല, ഗസറ്റഡ് ഉദ്യോഗസ്ഥരുൾപ്പെടെ 1458 സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക തിരികെ പിടിക്കാനും സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സമൂഹ മനസാക്ഷിയെ ലജ്ജിപ്പിക്കുന്ന ഈ തട്ടിപ്പിനെക്കുറിച്ചാണ് ഇന്ന് ശ്രദ്ധ ആദ്യം സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രതികരണത്തിലേക്ക്. ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് തികച്ചും അശരണരായ അഗതികളായ ആളുകൾക്ക് അർഹതപ്പെട്ടവയാണ്. ലോകത്തെ എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വികസിത യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്ക പോലെ വളരെ സമ്പന്നമായ രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യ പോലെ സാമാന്യം ക്ഷീണിതമായ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളിലാണെങ്കിലും ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് തികച്ചും അർഹരായ ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടവയാണ്. ഇവ മറ്റ് അനർഹരായ ആളുകൾ, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന വ്യക്തികൾ കൈപ്പറ്റുന്നത് ഒരു തരത്തിലും അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. അത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിന് കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മിക്കവാറും റവന്യൂ അധികാരികളുടെ അടുത്ത് നിന്നുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പെൻഷനുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൊഴിലില്ലായ്മ വേതനാണെങ്കിലും വിധവ പെൻഷനാണെങ്കിലും കർഷക തൊഴിലാളി പെൻഷനാണെങ്കിലും മറ്റ് തരത്തിലുള്ള ക്ഷേമ പെൻഷനുകളാണെങ്കിലും ഇതിനൊക്കെ റവന്യൂ അധികാരികളുടെ സാക്ഷ്യപത്രം അനിവാര്യമാണ്. ഇവിടെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കം ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. അവർ അനർഹമായ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ അവിഹിതമായി പണം കൈപ്പറ്റിയത് അവരുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. മാത്രവുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയ്ക്ക് അവർ സർക്കാരിനോട് ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തത്തോട് ഉള്ള ഒരു വഞ്ചന കൂടിയാണ്. സർക്കാർ അവരിൽ ഏർപ്പിച്ച വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന, ഭംഗം വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇങ്ങനെയുള്ള ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കണം, കൈക്കൊള്ളണം, മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഇതുപോലെയുള്ള സംവിധാനത്തിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്, അവിഹിതമായി കൈപ്പറ്റുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലുള്ള പല ആളുകളും ഭൂസ്വത്തുക്കളുള്ളവരുണ്ട്. സർക്കാർ ഉദ്യോഗത്തിൽ നിന്നല്ല, മറ്റ് തരത്തിൽ വരുമാനമുള്ള ആളുകൾ, വരുമാന സ്രോതസ്സുകളുള്ള ആളുകൾ, അവരൊക്കെ ഇത് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമുക്ക് നിത്യാനുഭവത്തിൽ നിന്ന് അറിയാവുന്നതാണ്. സമീപകാലത്ത് ഏതാണ്ട് 5 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ ഈ കർഷകർക്ക് 6000 രൂപ ഒരു സഹായധനം പ്രഖ്യാപിച്ചു. അതിന്റെ ആദ്യ ഗഡുവായിട്ട് 2000 രൂപ പ്രഖ്യാപിച്ച സമയത്ത് വെറുതെ ബാങ്കിൽ പോയി ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞാൽ 2000 രൂപ കിട്ടുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ കൃഷി എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത എത്രയോ പേർ, അല്ലെങ്കിൽ ഒരിക്കലും ഒരു കലപ്പയോ അല്ലെങ്കിൽ തൂമ്പയോ കാണാത്തവർ, കൈകൊണ്ട് തൊടാത്തവർ, ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞ് ബാങ്കിൽ ഡിക്ലെയർ ചെയ്ത് ഈ പണം കൈപ്പറ്റിയതായിട്ട് നമുക്കറിയാം. ഇതൊക്കെ അങ്ങേയറ്റം തെറ്റാണ്. ഇങ്ങനെയുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് സാക്ഷ്യപത്രം കൊടുക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മിക്കവാറും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ ഈ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സാക്ഷ്യപത്രം നൽകിയ ആളുകൾ കൂടി ഇതിന് ഉത്തരവാദിത്വം വരുത്തത്തക്ക രീതിയിലുള്ള ഒരു നടപടിയാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത് എന്ന് ഞാൻ വിചാരിക്കും. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 56 വയസ്സിൽ നിന്നും 60 ഉയർത്തണമെന്ന 4ാം ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ സർക്കാർ തള്ളിയിരിക്കുകയാണ്. നിലവിൽ പഴയ പെൻഷൻ രീതിയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു പെൻഷൻ പ്രായം ഉയർത്തുമെന്ന പ്രഖ്യാപനം കാത്തിരുന്നത്. എന്നാൽ സർക്കാരിന്റെ മറിച്ചുള്ള തീരുമാനം അവരെ നിരാശരാക്കിയിരിക്കുകയാണ്. PSC പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ച് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ആശ്വാസകരമായ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ പ്രതികരിക്കുന്നു NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായത്തെ സംബന്ധിച്ച് വളരെ മുൻപ് തന്നെ കേരള NGO അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
കേരളത്തിലെ നമ്മുടെ ശരാശരി ആയുർദൈർഘ്യവും അതെല്ലാം കണക്കിലെടുത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർവീസിലുമൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പെൻഷൻ പ്രായവും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് കാലോചിതമായി 56 എന്നത് വർദ്ധിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നത്. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർത്തുമ്പോൾ തന്നെ സംഘടന മുന്നോട്ട് വെച്ചത് അത് ഈ മേഖലയിലേക്ക് അവസരത്തിന് കാത്തിരിക്കുന്ന യുവതീ-യുവാക്കളുടെ അവസരത്തെ നിഷേധിച്ചുകൊണ്ടാവരുത്. അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കളെല്ലാം കേരളത്തിൽ ഒരു തൊഴിലവസരമായി പ്രധാനപ്പെട്ട ഒരു മേഖലയായി കാണുന്നതാണ് സർക്കാർ സർവീസ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ തൊഴിലവസരത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അത് വൈകാനിടയാവുന്ന സാഹചര്യം പെൻഷൻ പ്രായ വർധനവിലൂടെ ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടും അതിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഏതെങ്കിലും ഒരു പ്രക്ഷോഭ ഡിമാൻഡായി ഉയർത്തിയോ യാന്ത്രികമായി തീരുമാനമെടുക്കാൻ കഴിയുന്നതുമായ ഒരു പ്രശ്നമല്ല. അതിനപ്പുറത്ത് പൊതുസമൂഹത്തിന്റെ യുവതീ-യുവാക്കളുടെ എല്ലാം അഭിപ്രായം ഒരു മേശയ്ക്ക് ഇരുവശങ്ങളിലും ഇരുന്ന് പൊതുവായ സമവായത്തിലെത്തിയതിനു ശേഷം മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായ വർധനവ്. ആ പരിശോധനയുടെ ഭാഗമായിരിക്കണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് മുൻകാലങ്ങളിലെല്ലാം സ്വീകരിച്ച നിലപാട്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന നിലപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങളാൽ മുൻകാലങ്ങളിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ 2013 ശേഷം NPS പദ്ധതി നടപ്പാക്കിയതിനു ശേഷം പുതുതായി സർവീസിൽ വരുന്നവരെല്ലാം 60 എന്ന നിലയിലേക്ക് മാറിയിട്ടുമുണ്ട്. ഈ സാഹചര്യങ്ങളുമെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായ ഒരു നിലപാടല്ല അക്കാര്യത്തിൽ എൻജോയ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു സാമൂഹ്യ പ്രശ്നമായി കണക്കാക്കി തന്നെ അതിൽ പൊതുവായ സമവായം ഉണ്ടാക്കി മാത്രം തീരുമാനമെടുക്കുകയും എന്നാൽ വർദ്ധിപ്പിക്കണമെന്ന നിലപാട് മുൻകാലങ്ങളിൽ തന്നെ സൂചിപ്പിച്ചത് തന്നെയാണ് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ളത്. NGO അസോസിയേഷന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ശ്രദ്ധയിൽ പങ്കുവയ്ക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 50% വരുന്ന ആളുകൾക്ക് 56 വയസ്സും മറ്റൊരു 50% 60 വയസ്സുമാണ്. ഒരു വിഭാഗം ആളുകൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ടവരും ഒരു വിഭാഗത്തിലുള്ളവർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽപ്പെട്ടവരുമാണ്. 56 വയസ്സിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരും അധ്യാപകരും വിരമിക്കുമ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ പെട്ട ആളുകൾ 60 വയസ്സിൽ വിരമിക്കുന്നു. ഇതിലൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. പതിറ്റാണ്ടുകളായി കേന്ദ്ര ഗവൺമെന്റിലെ പെൻഷൻ പ്രായം 60 വയസ്സാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ 62 വയസ്സിലേക്ക് ഉയർത്താനുള്ള ആലോചനയിലാണ്. അതിന്റെ അവസാനവട്ട ശ്രമത്തിലാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പെൻഷൻ പ്രായം 60 വയസ്സാണ്, അല്ലെങ്കിൽ പരിമിതമായ സംസ്ഥാനങ്ങളിൽ 58 വയസ്സാണ്. അപ്പൊ ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ദീർഘകാലമായി അതിലൊരു സാമാന്യ നീതി ഉണ്ടാകണം എന്നുള്ളത് സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിരന്തരമായി ആവശ്യപ്പെടുകയും സർവീസ് സംഘടനകൾ ആവശ്യം മുന്നോട്ട് വെക്കുകയും അത് സർക്കാരിന്റെ സജീവ പരിഗണനയിൽ പലവട്ടവും ഇരിക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിനൊരു അവധി കൊടുക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ പലപ്പോഴും ഇത് ഉയർന്നു വന്നിട്ടുള്ളത്. ശമ്പള കമ്മീഷന്റെ ശുപാർശകളിൽ ഈ വിഷയം ഉണ്ടായിരുന്നു പലവട്ടം. ഇവിടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ അഭിപ്രായം തൊഴിൽ സാധ്യത മങ്ങുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പാക്കേജ് ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറായാൽ മതി. അത് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുക, എല്ലാവർക്കും സർക്കാർ ജോലി മാത്രം ഒരു പരിഹാരമല്ല. എന്നാൽ സർക്കാർ ജോലിക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്, അവർക്ക് അതിന്റെ പരിരക്ഷയും കിട്ടേണ്ടതാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഇതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരികയും മാന്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോ മന്ത്രിസഭാ തീരുമാനം ഏതെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചാണ് എന്നറിയില്ല. തൽക്കാലം അത് ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന തരത്തിലേക്കാണ് വന്നത്. ഏതായാലും സമീപഭാവിയിൽ തന്നെ മുഴുവൻ പേർക്കും 60 വയസ്സാകും. പുതുതായി ജോയിൻ ചെയ്ത ആളുകളെല്ലാം റിട്ടയർമെന്റ് 56 വയസ്സുകാർ പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാവരും 60-ൽ എത്തിച്ചേരും. അപ്പോൾ കുറെ പേർക്കൊരു നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള വസ്തുതയുണ്ട്. സർവീസിൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആൾ കുറെ പേർ 60 വയസ്സ്, കുറച്ചാളുകൾ 56 വയസ്സ്, അങ്ങനെ പിരിഞ്ഞു പോകേണ്ട ഒരു വിവേചനം അവിടെ കിടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർക്കാർ അതിൽ കുറച്ചുകൂടി മൈൻഡ് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ഒരു ഫ്രണ്ട്ലി ആയി ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. PSC റാങ്ക് ഹോൾഡേഴ്സിനെ പ്രതിനിധീകരിച്ച് വിഷയത്തിൽ പ്രതികരിക്കുന്നു കൊയിലാണ്ടി സ്വദേശിയും ഉദ്യോഗാർത്ഥിയുമായ പ്രജീഷ്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സാക്കാൻ ശുപാർശ ചെയ്തിരുന്നു. ഇത് സർക്കാർ പാടെ തള്ളിക്കളഞ്ഞു. ഇതുകൊണ്ട് എല്ലാ യുവജനങ്ങൾക്കും, പ്രത്യേകിച്ച് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ യുവജനങ്ങൾക്കും ഇതൊരു അനുഗ്രഹമാണ്.
ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ അവർക്ക് അടുത്ത റിട്ടയർമെന്റിലുള്ള ഒഴിവുകളൊന്നും കിട്ടാതിരിക്കുകയും സർക്കാർ ഒരു തരത്തിലും ഈ ലിസ്റ്റിന്റെ കാലാവധി വർദ്ധിപ്പിക്കുകയുമില്ല. അത്തരം അവസ്ഥയിൽ ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട തീരുമാനം എല്ലാതര ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.